ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഇമ്പ്യൂരിറ്റീസ് ആണ് കേട്ടോ. സോ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഫാർമക്കോപ്പിയുടെ ക്ലാസ്സിന് കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ റെഫർ ചെയ്യുക. സോ ബേസിക്കലി എന്താണ് ഇമ്പ്യൂരിറ്റി? ഇമ്പ്യൂരിറ്റി മീൻസ് ഫോറിൻ ബോഡി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക കേട്ടോ. സോ ഇമ്പ്യൂരിറ്റി റെഫേഴ്സ് ദ പ്രസൻസ് ഓഫ് അൺവാണ്ടഡ് ഫോറിൻ പാർട്ടിക്കിൾ അതർ ദൻ ആക്റ്റീവ് ഡ്രഗ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ്. അതായത് ഇപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രഗ് എങ്കിൽ അതിൽ വൈയും സിയും ഉണ്ടെങ്കിൽ ഈ വൈയും സിയും ആണ് ഇമ്പ്യൂരിറ്റി, എക്സ് ആണ് ഡ്രഗ്. അതായത് നമ്മൾ ഫോറിൻ പാർട്ടിക്കിൾസ്, നമുക്ക് ആവശ്യമില്ലാത്ത ഫോറിൻ പാർട്ടിക്കിൾസും അത് ടോക്സിക് ആകാം അല്ലെങ്കിൽ ടോക്സിക് ആവാതിരിക്കാം. ആ സാധനങ്ങൾ എന്ത് പറയുന്നത്? ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. ഇനി സോഴ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ്. എവിടെ കൂടെയൊക്കെ നമുക്ക് ഇമ്പ്യൂരിറ്റി വരാം? ദ ഫസ്റ്റ് വൺ ഇസ് റോ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ പാരസ്റ്റമോൾ പോലെ ഡ്രഗുകൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ പാരസ്റ്റമോളിന്റെ പൗഡർ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മളത് ഉണ്ടാക്കുമ്പോൾ പാരസ്റ്റമോളിന്റെ പൗഡറിൽ എന്തെങ്കിലും അഴുക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനലി ഉണ്ടാക്കുന്ന പാരസ്റ്റമോൾ എന്ന ഗുളികയിൽ എന്ത് സംഭവിക്കാം? ഇതിൽ ഇമ്പ്യൂരിറ്റീസ് വരാം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ബിസ്മത്ത് സോൾട്ട് ആണ്. ബിസ്മത്ത് സോൾട്ടിൽ ടിന്ന്, ലെഡ്, സിൽവർ, കോപ്പർ, കൊബാൾട്ട് പോലുള്ള നമുക്ക് മെറ്റൽസുകൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെ ബാധിക്കാം. ഇനി സോഡിയം ക്ലോറൈഡ്, ഉപ്പാണ്. ഉപ്പിൽ തന്നെ എന്തുണ്ടായിരിക്കാം? മേ ബി മെഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന റീജന്റ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആണ്. സോ മാനുഫാക്ചറിങ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റീജന്റ് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അത് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഫൈനൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ കാൽഷ്യം മിനറൽസിലാണെങ്കിൽ മെഗ്നീഷ്യം ഇമ്പ്യൂരിറ്റീസ് കാണുന്നത് പോലെയും അലുമിനിയം ഓസുകളിൽ ആൽക്കലൈൻ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകുന്നത് പോലെ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്ന റിയേജന്റ് നമ്മൾ കംപ്ലീറ്റ്ലി പ്രോസസ്സിലി റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈ സോൾവെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കോമൺ സോൾവെന്റ് ആയ വാട്ടറിലൊക്കെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവാറുണ്ട്. സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം പോലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിലൊക്കെ നമുക്ക് നോർമൽ പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈഡ് വാട്ടർ വേണം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ഇനി ആക്ഷൻ ഓഫ് റീജൻ ഓൺ റിയാക്ഷൻ വെസൽസ്. നമ്മൾ ഉപയോഗിക്കുന്ന വെസൽസുകൾ, ഇപ്പൊ മെറ്റാലിക് വെസൽസിലൊക്കെ മേ ബി ഇമ്പ്യൂരിറ്റീസ് റിലീസ് ചെയ്യാം റിയാക്ഷൻ സമയത്തൊക്കെ. ഇപ്പം നമ്മൾ ഇപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള ഇപ്പോൾ അയൺ ആയിട്ടുള്ള വെസൽസിലൊക്കെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഒഴിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് റിയാക്ഷൻ സംഭവിക്കുക, അത് റിയാക്ട് ആവുകയും ചെയ്യും. പിന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് പുറത്ത് വന്ന ഡസ്റ്റ് പാർട്ടിക്കിൾ, ഗ്യാസ് ഒക്കെ ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് മാനുഫാക്ചറിനെ ബാധിക്കുകയും ഫൈനൽ പ്രൊഡക്റ്റിനെ പ്രശ്നം വരികയും ചെയ്യും. മിക്കവാറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും. എക്സാമ്പിൾസ് ഒക്കെ നോക്കി തന്നെ പോവാം. ഇനി ലിമിറ്റ് ടെസ്റ്റ് ആണ്. ഇനിയാണ് നമുക്ക് ആക്ച്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലിമിറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഓർ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. സോ നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റീസിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക എന്നറിയുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് എന്ത്? ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ക്ലോറൈഡിന്റെ ആണ്. ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ഈസ് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോലുബിൾ ക്ലോറൈഡ്, ശ്രദ്ധിക്കണം, സോലുബിൾ ക്ലോറൈഡ്സ് ആൻഡ് സിൽവർ നൈട്രേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ടു ഫോം സിൽവർ ക്ലോറൈഡ്. സോ നമ്മുടെ സിൽവർ ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സിൽവർ ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരൊക്കെ? ഇൻ ദ പ്രസൻസ് ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് സോലുബിൾ ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടെ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുക. ഇതാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാം. സോ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് വേ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. ഓർ പ്രിപ്പയർ എ സൊല്യൂഷൻ ആസ് പെർ ഫാർമക്കോപ്പിൽ ഡയറക്ഷൻ. ഫാർമക്കോപ്പിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ടിനെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം നെസ്ലർ സിലിണ്ടറിലേക്ക് നമ്മൾ സൊല്യൂഷൻ മാറ്റുക. അതിലേക്ക് 1 ml നൈട്രിക് ആസിഡ്, ഡൈലൂട്ട് 50 ml, എന്നിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ 50 ml ഡൈലൂട്ട് ചെയ്യുക. 1 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അൺനോൺ സാമ്പിൾ തന്നു. നമ്മൾ ആ കോമ്പൗണ്ടിനെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്തു, നെസ്ലർ സിലിണ്ടറിലേക്ക് ഒഴിച്ചു, എന്നിട്ട് 1 ml നൈട്രിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ നമുക്ക് നോക്കണം എത്രത്തോളമാണ് നമുക്ക് ആ നെസ്ലർ സിലിണ്ടറിൽ 50 ml ആവാൻ. നമ്മൾ ബാക്കിയുള്ള ഒഴിച്ചിട്ട് 50 ml ഡൈലൂട്ട് ചെയ്യുക. അതിനുശേഷം 1 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക.
അതിനുശേഷം ഇത് ടെസ്റ്റ് സാമ്പിളാണ്, നമ്മൾ ചെയ്യാൻ ടെസ്റ്റ് സാമ്പിളിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉപയോഗിക്കണം. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുവാണല്ലോ. സോ 1 ml 0.05845% വെയിറ്റ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻസ് നെസ്ലെ സിലിണ്ടറിൽ എടുക്കുക. 1 ml നൈട്രിക് ആസിഡ് ഡൈലൂട്ട് 50 ml ആൻഡ് 1 ml ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. അതിന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ കമ്പയർ ചെയ്യണം. സോ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടർബിഡിറ്റി അല്ലെങ്കിൽ ഒപ്പാലസെൻസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് സിൽവർ ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് ഇങ്ങനെ ഫോം ചെയ്ത് ഒരു ഒപ്പാലസൻ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് ദ ഒപ്പാലസൻസ് ഓഫ് ദ ടെസ്റ്റ് സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷനേക്കാൾ ഒപ്പാലസൻസ് ടെസ്റ്റിൽ കുറവാണെങ്കിൽ ആ ലിമിറ്റ് ടെസ്റ്റ് പാസ്സാകും, ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് പാസ്സാകും. ഒപ്പാലസൻസ് ഗ്രേറ്റ്സ് ആണ്, കൂടുതലാണെങ്കിലോ ആ ടെസ്റ്റ് ഫെയിൽ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോഡിയം ക്ലോറൈഡ് ഉണ്ട് ആൻഡ് ഞാൻ വേറെന്ത് പറഞ്ഞു, സിൽവർ നൈട്രേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഫോമിങ് സിൽവർ ക്ലോറൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മറന്നു പോകരുത്. സോ ഇനി നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, സോ നൈട്രിക് ആസിഡിന്റെ യൂസ് എന്താണ്, അസിഡിഫൈങ് ദ സൊല്യൂഷൻ അസിഡിഫൈ ചെയ്യുന്നു. അത് മാത്രമല്ല പ്രസിപ്പിറ്റേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡും ടർബിഡിറ്റി കിട്ടുന്നതും നമുക്കതിന് കാരണം ആരാണ്, നൈട്രിക് ആസിഡ് ആണ്. ഇതിവിടെ കണ്ടോ, ടെസ്റ്റും പിന്നെ സ്റ്റാൻഡേർഡും ആണ്. സോ ഇവിടെ ടെസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ്, ദാറ്റ് മീൻസ് ഇത് പാസ്സാണ്. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയുന്നത് കേട്ടോ. സോ എളുപ്പമാണ്, നോക്കി വെക്കാം. ഞാൻ പറയാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് ആണ്. സോ ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് സോലുബിൾ സൾഫേറ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ്. സോ സോലുബിൾ സൾഫേറ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം ബേരിയം സൾഫേറ്റ്. സോ ദ എൻ പ്രൊഡക്റ്റ് ഈസ് ബേരിയം സൾഫേറ്റ് ആണ്. എൻ പ്രൊഡക്റ്റ് ബേരിയം സൾഫേറ്റ് ആണ്. ആരൊക്കെ തമ്മിലാണ്, സോലുബിൾ സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുവാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം ബേരിയം സൾഫേറ്റ്. സോ ബേരിയം സൾഫേറ്റ് ഒരു സോൾട്ട് പാർട്ടിക്കിൾ ലൈക്ക് ടർബിഡിറ്റി ഫോം ചെയ്യുകയും ഈ ടർബിഡിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ റീജന്റ് എന്ന് വെച്ചാൽ ബേരിയം സൾഫേറ്റ് റീജന്റ് ഉണ്ട്. സോ ബേരിയം സൾഫേറ്റ് റീജന്റിൽ എന്തൊക്കെയുണ്ട്, ബേരിയം ക്ലോറൈഡ് ഉണ്ട്, സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ ഉണ്ട്, പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ട്. ഒന്നും കൂടെ പറയാം, ബേരിയം സൾഫേറ്റ് റീജന്റിൽ ബേരിയം ക്ലോറൈഡ്, സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ, പൊട്ടാസ്യം സൾഫേറ്റ്. സോ പേർപ്പസ് ഓഫ് കമ്പോണൻറ്റ്, സോ ഇതിനകത്ത് ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ പേർപ്പസ് ഉണ്ട്. സോ ബേരിയം ക്ലോറൈഡ് ആണെങ്കിൽ റിയാക്ട് വിത്ത് സൾഫേറ്റ് ടു ഫോം ടർബിഡിറ്റി. സോ ബേരിയം ക്ലോറൈഡ് ആണ് സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ടർബിഡിറ്റി ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ആൽക്കഹോൾ ആണെങ്കിൽ സൂപ്പർ സാച്ചുറേഷൻ പ്രിവെന്റ് ചെയ്യുകയും യൂണിഫോം ടർബിഡിറ്റി, കാര്യം ഒരിടത്ത് മാത്രം തന്നെ കെട്ടിക്കിടക്കാതെ കോമൺലി എല്ലാവർക്കും എല്ലാ ഭാഗത്തും ടർബിഡിറ്റി കോമൺലി എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, ആൽക്കഹോൾ. സോ നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. നമ്മുടെ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, പൊട്ടാസ്യം സൾഫേറ്റ്. അയോണിക് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ട് ടെസ്റ്റിന് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് പൊട്ടാസ്യം സൾഫേറ്റ്. സോ ബേരിയം ക്ലോറൈഡ് ഞാൻ പറഞ്ഞു റിയാക്ട് വിത്ത് സൾഫേറ്റ് ടു ഫോം ടർബിഡിറ്റി, ആൽക്കഹോൾ സൂപ്പർ സാച്ചുറേഷൻ കുറയ്ക്കുന്നു, പൊട്ടാസ്യം സൾഫേറ്റ് സെൻസിറ്റിവിറ്റി. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ അസിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ടെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലേ. സോ നമ്മൾ ഫാർമക്കോപ്പി പറയുന്ന പോലെ നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ ഫാർമക്കോപ്പി പറയുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുക, നെസ്ലെ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക ആൻഡ് ബേരിയം സൾഫേറ്റ് റിയേജന്റും ആഡ് ചെയ്യുക. allow the solution to stand for the prescribed time. So ഇവിടെ ശ്രദ്ധിക്കുക, പ്രിപ്പയർ ദ ടെസ്റ്റ് സൊല്യൂഷൻ ആസ് ഡിറക്റ്റഡ് ഇൻ ഫാർമക്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്നത് മിക്കവാറും സാമ്പിൾ ആയിരിക്കും അല്ലേ. സോ സാമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫാർമക്കോപ്പി പ്രകാരം എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്താണ്, എക്സ് ആണ് കേട്ടോ. സോ നമുക്ക് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാർമക്കോപ്പി പ്രകാരം ഉണ്ടാക്കിയതായിരിക്കണം. അത് നെസ്ലെ സിലിണ്ടറിലേക്ക് മാറ്റുക, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക, ബേരിയം സൾഫേറ്റ് റിയേജന്റ് ആഡ് ചെയ്യുക, നമ്മൾ കുറച്ചു നേരം വെച്ചിരിക്കുക. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പ്രിപ്പയർഡ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ യൂസിങ് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ്, എക്സാമ്പിൾ പൊട്ടാസ്യം സൾഫേറ്റ് സൊല്യൂഷൻ. സോ സൾഫേറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുക സെയിം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ബേരിയം സൾഫേറ്റ് റിയേജന്റ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ രീതി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒബ്സർവേഷൻ എന്ന് പറയുന്ന ടർബിഡിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ലെസ് ദാൻ ആണെങ്കിൽ പാസും, അല്ലെങ്കിൽ ഈക്വൽ ടു ആണെങ്കിലും പാസ്, മോർ ദാൻ ആണെങ്കിൽ ഫെയിൽ ആയിരിക്കും.
സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് അസിഡിഫിക്കേഷൻ ആണ്, പൊട്ടാസ്യം സൾഫേറ്റ് സെൻസിറ്റിവിറ്റി, ആൽക്കഹോൾ സൂപ്പർ സാച്ചുറേഷൻ. ഇത് മറന്നു പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും ടർബിഡിറ്റി ആണ് എൻഡ് പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അയണിന്റെ ആണ്. സോ ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ എന്ന് പറയുന്നത് അയൺ അയോൺസുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഒന്നും കൂടെ പറയാം, അയൺ അയോൺസുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ആരുമായിട്ട്? വിത്ത് തയോഗ്ലൈക്കോളിക് ആസിഡ് ഇൻ അമോണിക്കൽ സൊല്യൂഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രിക് ആസിഡ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയൺ അയോൺസുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ തയോഗ്ലൈക്കോളിക് ആസിഡ് അമോണിക്കൽ സൊല്യൂഷനിൽ തയോഗ്ലൈക്കോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രിക് ആസിഡ് ടു ഫോമിംഗ് ഫെറസ് തയോഗ്ലൈക്കോളൈറ്റ് വിത്ത് എ പെയിൽ പിങ്ക് ടു ഡീപ് റെഡിഷ് പേർപ്പിൾ. സോ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടർബിഡിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല, പെയിൽ പിങ്ക് ടു ഡീപ് റെഡിഷ് കളർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, തയോഗ്ലൈക്കോളിക് ആസിഡ് ഇൻ അമോണിക്കൽ സൊല്യൂഷൻ പ്രസൻസ് ഓഫ് സിട്രിക് ആസിഡ്. സോ ഫെറിക് അയൺ Fe3+ ആർ reduced to ferrous iron Fe2+ by thioglycolic acid. So thioglycolic acid 3+നെ 2+ ആക്കിയിട്ട് കുറക്കുകയാണ് ചെയ്യേണ്ടത്. സോ സിട്രിക് ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് വിത്ത് അയൺ, ഫോംസ് എ കോംപ്ലക്സ് വിത്ത് അയൺ പ്രിവെന്റിംഗ് precipitation by ammonia as ferrous hydroxide. കണ്ടോ, സിട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഫോമിങ് എ കോംപ്ലക്സ് അയൺ വിത്ത് അയൺ. സോ കോംപ്ലക്സ് അയൺ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? സിട്രിക് ആസിഡ് ആണ്. അങ്ങനെ അമോണിയനെ ഫെറസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പേർപ്പിൾ കളർ ഫെറസ് തയോഗ്ലൈക്കോളൈറ്റ് ഫോംസ് ഓൺലി ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. സോ എപ്പോഴും ആൽക്കലൈൻ സൊല്യൂഷനിൽ മാത്രമേ ഈ പേർപ്പിൾ കളർ ഫോം ചെയ്യുള്ളൂ. പിന്നെ കളർ ഫെയ്ഡ് ആകും, നമ്മൾ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആകും. എന്തുകൊണ്ടാണ്? നമുക്ക് ഫെറസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അയണുമായിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഒന്നും കൂടെ പറയാം, iodines with thioglycolic acid in ammonical solution in the presence of citric acid forming ferrous thioglycolate. So ferrous thioglycolate is the last end point. That will be a pink color to reddish purple. So ferric iron, ferrous iron. So citric acid preventing precipitation by ammonia as ferrous hydroxide. ആ ഒരു കാര്യം മാത്രം ആലോചിക്കുക. പേർപ്പിൾ കളർ ഫെറസ് തയോഗ്ലൈക്കോളേറ്റ് ഫോം ചെയ്യുന്നത് ആൽക്കലൈൻ സൊല്യൂഷനിൽ മാത്രമായിരിക്കും. കളർ വിൽ ബി ഫെയ്ഡ്സ് ബൈ റിയാക്ടിങ് വിത്ത് ദി എയർ. ഇറ്റ്സ് ഡ്യൂ ടു ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കാം. സോ റീജന്റ് ഉപയോഗിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, സിട്രിക് ആസിഡ് ആണ്, തയോഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, അമോണിയ സൊല്യൂഷനും ഉണ്ട്. സോ അമോണിയ സൊല്യൂഷനാണ് ആൽക്കലൈൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ടെസ്റ്റ് പറയുവാണെങ്കിൽ സാമ്പിളിനെ നമ്മൾ ഫാർമക്കോപ്പി പ്രകാരം ഡിസോൾവ് ചെയ്യുക വെള്ളത്തിലേക്ക്, സിട്രിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, തയോഗ്ലൈക്കോളിക് ആസിഡ് ആഡ് ചെയ്യുക, ഓൾസോ ആൽക്കലൈൻ ആക്കാൻ വേണ്ടി അമോണിക് സൊല്യൂഷൻ ആഡ് ചെയ്യുക. സോ ഡീപ്പ് കളർ ഡെവലപ്പ് ആവുന്നു. സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അയൺ, നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് അയൺ നമ്മൾ ഡിസോൾവ് ചെയ്യുക. സോ ബേസിക്കലി ഫെറിക് അമോണിയ സൾഫേറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുക. സോ നമ്മൾ ബാക്കി സെയിം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഇന്റൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഭയങ്കര കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഫെയിൽ ആകും അല്ലേ? സോ കുറവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കുഴപ്പമില്ല, പാസ്സാകുന്നു. സോ എപ്പോഴും ഇൻറ്റൻസിറ്റി ഓഫ് പേർപ്പിൾ ഞാൻ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാൻ ഓൾറെഡി കീ പോയിന്റ്സ് എല്ലാം പറഞ്ഞു, നിങ്ങളത് വായിച്ചു നോക്കുക, ഇത് എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആർസനിക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആർസനിക് ലിമിറ്റ് ടെസ്റ്റ് അപ്പാരറ്റസ് ഉണ്ട്. സോ അപ്പാരറ്റസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റതുപോലെ നെസ്ലെസ് ലിറ്ററിലേക്ക് ഒഴിച്ച് കളർ നോക്കുകയോ ടർബിഡിറ്റി നോക്കുകയോ അല്ല ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ ഗെസിറ്റ് ടെസ്റ്റ് എന്നാണ് പറയുക. സോ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗെസിറ്റ് ടെസ്റ്റ് വിച്ച് ഇൻവോൾവ് കൺവേർട്ടിംഗ് ആർസനിക് പ്രസന്റ് ഇൻ സാമ്പിൾ ഇൻ ടു ആർസനിക് ഗ്യാസ്. സോ ആർസൻ ഗ്യാസ് ആയിട്ട്, അതായത് ആർസനിക്കിനെ, നമ്മുടെ കയ്യിലുള്ള ആഴ്സനിക്കിനെ ആഴ്സൻ ഗ്യാസ് ആയിട്ട് ASH3 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആൻഡ് ബൈ റെഡ്യൂസിങ് ഇറ്റ് വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ എന്ത് ചെയ്യുന്നു? ബൈ റെഡ്യൂസിങ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ ആർസൻ ഗ്യാസ് റിയാക്ട് വിത്ത് മെർക്കുറിൻ ക്ലോറൈഡ് പേപ്പർ ടു പ്രൊഡ്യൂസ് യെല്ലോ സ്റ്റെയിൻ. സോ നമ്മൾ ഒരു മെർക്കുറി ക്ലോറൈഡ് പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പേപ്പറുമായിട്ട് ഈ ആർസൻ ഗ്യാസ് റിയാക്ട് ചെയ്ത് യെല്ലോ സ്റ്റെയിൻ കിട്ടും. ദാറ്റ് വിൽ ബി ദ എൻഡ് പോയിന്റ്. ഈ ഇന്റൻസിറ്റി ഓഫ് സ്റ്റെയിൻ ഈസ് proportional to the amount of arsenic present in the sample. So intensity of stain, അതായത് ഇവിടെ കിട്ടുന്ന ഈ യെല്ലോ സ്റ്റെയിൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ടോ അത് നമുക്ക് എത്രത്തോളം ആഴ്സനിക് ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഈ സ്റ്റെയിൻ നമ്മൾ സ്റ്റാൻഡേർഡ് ആഴ്സനിക് സൊല്യൂഷൻ വെച്ച് സെയിം കമ്പയർ ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇന്ത്യൻ ഫാർമക്കോപ്പിയിൽ സ്പെസിഫിക് ലിമിറ്റ് ആഴ്സനിക്കിന് പറയുന്നുണ്ട് 2 ppm ആണ്. ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസിൽ 2 ppm വരെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്.
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ആർസനിക് ഗ്യാസ് ആണ് നമ്മൾ അറിയുന്നത് ബൈ റെഡ്യൂസിങ് വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഉണ്ട്. സോ LOC നമ്മൾ അറിയും, ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അപ്പാരറ്റ്സ് ഗസറ്റ്സ് അപ്പാരറ്റാണ്. അതിൽ ഒരു റിയാക്ഷൻ ഫ്ലാസ്ക് ഉണ്ട്, അവിടെയാണ് ആർസൻ ഗ്യാസ് ഉണ്ടാവുക. ഡെലിവറി ട്യൂബ് ഉണ്ട് ആൻഡ് മെർക്കുറി ക്ലോറൈഡ് പേപ്പർ മേലെ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ലെഡ് അസിഡഡ് പ്ലെഡ്ജ് ഉണ്ട്, അതായത് അല്ലെങ്കിൽ ഒരു പേപ്പറാണ് ഈ ഹൈഡ്രജൻ സൾഫൈഡ് നമുക്ക് ട്രാപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടി. റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാവുകയും അതിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയും അങ്ങനെ ഫെർദർലി ടെസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹിൻഡ്രൻസ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. സോ പ്രൊസീജിയർ പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടെസ്റ്റുള്ള സാമ്പിൾ അക്കോർഡിംഗ് ടു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ്, സ്റ്റീനിയസ് ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ഷൻ ഫ്ലാസ്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം അപ്പാരറ്റസിൽ ലെഡ് അസിഡഡ് പ്ലെഡ്ജ് വെച്ചിട്ട് മെർക്കുറി ക്ലോറൈഡ് പേപ്പർ വെച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം റിയാക്ഷന് വേണ്ടി അലോ ചെയ്യുക. ആർസൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ റിസൾട്ട് അറിയാൻ പറ്റും. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ നോയിങ് ക്വാണ്ടിറ്റി ഓഫ് ആർസനിക് വെക്കുക, സെയിമസ് ടെസ്റ്റ് സാമ്പിൾ നമ്മൾ ചെയ്തതുപോലെ ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മുടെ അപ്പാരറ്റസ് ഉണ്ട്, കണ്ടോ, ഇവിടെ മെർക്കുറി പേപ്പർ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ്, സ്റ്റീനിയസ് ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് വെക്കുക ആൻഡ് റിയാക്ഷൻ നടത്തുക, മറന്നു പോകരുത്. സോ ഒബ്സർവേഷൻ LOC ഞാൻ പറഞ്ഞു, കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഫെയിൽ ആവുകയും കുറയുവാണെങ്കിൽ പാസ്സാവുകയും ചെയ്യുവാണ് ചെയ്യുക. സോ റീജൻറ്റിൽ സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ്, സ്റ്റീനിയസ് ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ആർസനിക്കിനെ ആർസൻ ഗ്യാസ് ആയിട്ട് മാറ്റുവാണ് ചെയ്യുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ അസിഡിക് മീഡിയം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ലെഡ് അസിഡ് പ്ലെഡ്ജ് അല്ലെങ്കിൽ പേപ്പർ എന്ത് ചെയ്യുന്നു, H2S സൾഫൈഡിനെ, ഹൈഡ്രജൻ സൾഫൈഡിനെ ട്രാപ്പ് ചെയ്ത് ടെസ്റ്റിനെ ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കീ പോയിന്റ്സ് നിങ്ങൾ വായിച്ചു തന്നെ പോവുക, എളുപ്പമാണ്, ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് ആണ്. സോ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ലെഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ തമ്മിൽ ആൽക്കലൈൻ സൊല്യൂഷനിൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ലെഡിന്റെ അല്ലെങ്കിൽ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. അതായത് ലെഡ് അയോൺസ് Pb2+ഉം ഡൈഫിനിൽ തയോ കാർബസോണുമായിട്ട് അല്ലെങ്കിൽ ഡൈതയോസോണുമായിട്ടുള്ള റിയാക്ഷൻ ഇൻ ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് നമുക്ക് അറിയാൻ പറ്റുക. സോ ഈ ഡൈതയോസോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറാണ്. സോ ഇത് ലെഡ് ഡൈതയോസോണുമായിട്ട് റിയാക്ട് ചെയ്ത് റെഡ് ടു വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഈ ഡൈതയോസോൺ അല്ലെങ്കിൽ ഡൈഫിനൽ തയോ കാർബസോൺ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. പക്ഷേ ഇത് ലെഡ് ഡൈതയോസോൺ ആയിട്ട് റിയാക്റ്റായി ഫോം ചെയ്യുന്ന സമയത്ത് റെഡ് ടു വയലറ്റ് കളർ ഫോം ചെയ്യുന്നു. സോ റിസൾട്ടിങ് കളർ ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുവാണ് ചെയ്യുക. സോ കളർ ഇന്റൻസിറ്റി ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ കളർ ഇന്റൻസിറ്റി ആണ്, മറന്നു പോകരുത്. സോ ദ കെമിക്കൽ റിയാക്ഷൻ പറയുവാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ലെഡ് ഡൈതയോസോൺ കോംപ്ലക്സ് ആണ് ഫസ്റ്റ് വൺ. സോ ദ Pb2+ഉം ഡൈതയോസോൺ റിയാക്ട് ചെയ്ത് ലെഡ് ഡൈതയോസോൺ ഉണ്ടാവുകയും റെഡ് ഓർ വയലറ്റ് കളർ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ആക്ച്വൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ റീജന്റ് അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോക്സിലമൈൻ, ഹൈഡ്രോക്ലോറൈഡ്, NH2OH HCl ഇത്രയുമാണ് നമ്മൾ ആഡ് ചെയ്യുക. സോ ഇത് റിമൂവ് ഇന്റർഫിയറൻസ് ഫ്രം അതർ മെറ്റൽ അയൺസ്. നമ്മൾ വേറെ മെറ്റൽ അയൺസുമായിട്ട് ഒരു കാരണവശാലും റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിക്കുക. മെയിൻ ദ ഒപ്റ്റിമൽ pH ഫോർ ദ റിയാക്ഷൻ. നമ്മൾ റിയാക്ഷന് വേണ്ടി ഒപ്റ്റിമൽ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. സോ റീജന്റ് അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോക്സിലമൈൻ, ഹൈഡ്രോക്ലോറൈഡും ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു റീജന്റ് സ്പെസിഫിക് ആക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ പ്രൊസീജിയർ നമ്മൾ സ്പെസിഫിക് വേ എടുക്കുക, വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഫാർമക്കോപ്പി പ്രകാരം ഡിസോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ സെയിം റിയേജന്റ് അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോക്സിലമൈൻ, ഹൈഡ്രോക്ലോറൈഡ് ഒക്കെ ആഡ് ചെയ്യാം. സോ അതർ മെറ്റൽ അയൺസിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാകാൻ പാടില്ല. pH അഡ്ജസ്റ്റ് ചെയ്യുന്നത് അമോണിയ ഉപയോഗിച്ചിട്ടായിരിക്കും. സോ ലാസ്റ്റ് ഡൈതയോസോൺ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഡൈതയോസോൺ ഗ്രീൻ കളറാണ്, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. സോ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഒരു റെഡ് ഓർ വയലറ്റ് കളർ ആണ് എന്നുള്ളതാണ്, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ ലെഡ് അയോൺസ് ഉള്ള ഒരു സ്പെസിഫിക് സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട് സെയിം ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ഇവിടെ പറഞ്ഞതുപോലെ സെയിം റിയേജന്റ് ഒക്കെ ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ കളർ ഇന്റൻസിറ്റി ആണ് നമ്മൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. കുറവാണെങ്കിൽ പാസും കൂടുതലാണെങ്കിൽ ഫീലുമാണ്, അത് മറന്നു പോകരുത് ആസ് പെർ ദ ഫാർമക്കോപ്പിയ.
ഇത്രയും നിങ്ങൾ എഴുതണം. പ്രൊസീജിയർ എഴുതണം, ഒബ്സർവേഷൻ എഴുതണം, പ്രിൻസിപ്പിൾ എഴുതണം, കെമിക്കൽ റിയാക്ഷൻ ഇത്ര എഴുതണം. മിക്കവാറും 5 മാർക്കിന് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അത്രയും കൊടുത്ത് തന്നെ പഠിക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് റിയേജൻ ആൻഡ് ദിയർ ഫംഗ്ഷൻ ആണ്. സോ ഡൈതയോസോൺ എന്ന് പറയുന്നതാണ് റിയാക്ട് വിത്ത് ലെഡ് അയോൺസ് ആണ്. സോ ലെഡ് അയോണായിട്ട് റിയാക്ട് ചെയ്ത് ഫർദർലി ഡൈസോൺ കോംപ്ലക്സ് ഫോം ചെയ്ത് റെഡ് ഓർ വയൽ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഡൈഫിനൈൽ തയോ കാർബസോൺ. സോ നെക്സ്റ്റ് വൺ ഇസ് അമോണിയം സിട്രേറ്റ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? മെറ്റൽ അയോൺസുമായിട്ട് ഇന്റർഫിയർ ചെയ്യാതിരിക്കാനും സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് പൊട്ടാസ്യം സയനൈഡ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? മാസ്കിംഗ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ട്സ് ഇൻ മാസ്കിംഗ് ഏജന്റ് ടു എലിമിനേറ്റ് ഇന്റർഫിയറൻസ് ഫ്രം മെറ്റൽ ലൈക്ക് കോപ്പർ പോലുള്ള മെറ്റൽസിന്റെ ഒക്കെ ഇന്റർഫിയറൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും മാസ്കിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആര്? പൊട്ടാസ്യം സയനൈഡ്. നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോക്സിലമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ഇവരൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ലൈക്ക് റെഡ്യൂസ് എനി ഓക്സിഡൈസിങ് ഏജന്റ് പ്രസന്റ് സൊല്യൂഷൻ. സോ ഒരു റെഡ്യൂസിങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഇസ് അമോണിയ സൊല്യൂഷൻ ആണ്. ഇവർ ആൽക്ലൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്ലൈൻ ആയിട്ട് ഈ സൊല്യൂഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും pH അഡ്ജസ്റ്റ് ചെയ്യാനും റിയാക്ഷൻ പ്രോപ്പർ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് അമോണിയ സൊല്യൂഷൻ. അപ്പോൾ മറന്നു പോകരുത്, ഡൈഫെനൽ തയോ കാർബസോൺ, ഡൈതയോസോൺ ഗ്രീൻ ആണ്, അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോക്സിലമൈൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് അമോണിയം സൊല്യൂഷൻ. സോ നെക്സ്റ്റ് വൺ ഇസ് ലിമിറ്റസ് ഫോർ ഹെവി മെറ്റൽസ് ആണ്. സോ ഹെവി മെറ്റൽസ് എപ്പോഴും എന്താണ്? മെറ്റാലിക് ഇമ്പ്യൂരിറ്റീൻ്റെ റിയാക്ഷൻസ് ആണ് നോക്കുക. അപ്പം മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് വിത്ത് ഹൈഡ്രോജൻ സൾഫൈഡ്, മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് വിത്ത് ഹൈഡ്രോജൻ സൾഫൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം. അമോണിയോ അല്ലെങ്കിൽ ആൽക്കലിനോ ഒന്നും അല്ല. സോ ബേസിക്കലി അസിഡിക് മീഡിയം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ മെറ്റാലിക് ഇമ്പ്യൂരിറ്റി വിത്ത് ഹൈഡ്രോജൻ സൾഫൈഡ് ആൻഡ് അസിഡിക് മീഡിയം ആണ്. സോ റിയാക്ഷൻ എന്ന് പറയുന്നത് മെറ്റാലിക് സൾഫൈഡ്സിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. സോ ലൈക്ക് ബ്രൗൺ ടു ബ്ലാക്ക് ആണ്. ഓരോ മെറ്റൽ ഇമ്പ്യൂരിറ്റി അനുസരിച്ച് അതിൻ്റെതായ കളർ മാറിക്കൊണ്ടിരിക്കും. ബ്രൗൺ ടു ബ്ലാക്കിൽ കളേഴ്സ് മാറിക്കൊണ്ടേയിരിക്കാം. സോ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടാവുക കേട്ടോ. So the test involved comparing the intensity of solution producing in test solution with that of a standard solution containing a known amount of lead nitrate. So നമുക്ക് അറിയുന്ന ഒരു സ്പെസിഫിക് കളർ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് ആർ എക്സ്പ്രസ് ആസ് പാർട്സ് ഓഫ് ലെഡ് പെർ മില്യൺ, PPM വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയുക. നമ്മൾ എത്ര PPM ഉണ്ട് എന്നുള്ളതാണ്. സോ ഫാർമക്കോപ്പിയ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് 20 PPM ആണ് എപ്പോഴും എന്താണ് നമ്മുടെ ഈ ഹെവി മെറ്റൽസ് ആയിട്ടുള്ള ലെഡ് പോലുള്ളതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുള്ള 20 PPM ആണ്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെറ്റൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. സോ ലെഡ്, മെർക്കുറി, ബിസ്മത്ത്, ആർസനിക്, ആന്റിമണി, ടിൻ, കാഡ്മിയം, സിൽവർ, കോപ്പർ, മോൾബിഡം ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട മെറ്റൽസുകൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസും H2Sഉം റിയാക്ട് ചെയ്ത് മെറ്റാലിക് സൾഫൈഡ്സ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതനുസരിച്ച് ബ്രൗൺ ടു ബ്ലാക്കിൽ കളറേഷൻ ഉണ്ടാവുകയും അതനുസരിച്ച് നമ്മൾ ഇമ്പ്യൂരിറ്റി അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. സോ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, വേ ചെയ്യുക, ഫാർമക്കോപ്പി അനുസരിച്ച് ഡൈലൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുക, അപ്പോൾ സൊല്യൂഷൻ അസിഡിഫൈ ആവുന്നു. ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യുക. ഒന്നെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഒഴിക്കുക. നന്നായിട്ട് തറവായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മിക്സ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ലെഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ വെച്ചാൽ ലെഡ് നൈട്രേറ്റ് നമുക്കറിയുന്നൊരു കോൺസെൻട്രേഷൻ 20 PPM ആയിരിക്കണം. ശ്രദ്ധിക്കുക, 20 PPM ആയിരിക്കണം. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനായിട്ട് പാടില്ല. നമ്മൾ ബാക്കി ടെസ്റ്റ് എങ്ങനെ ചെയ്തോ അതുപോലെ ചെയ്യുക. ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യുക, എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് എല്ലാം നോക്കുക. കുറവാണെങ്കിൽ പാസ്, കൂടുതലാണെങ്കിൽ ഫെയിൽ, അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോൾ എങ്ങനെ പറഞ്ഞേ, നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് സൊല്യൂഷൻ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യുക. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ഫെയിലാക്കി വിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഒരു ബ്രൗണിഷ് കളർ നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ബ്രൗണിഷ് കളറൊക്കെ നമുക്ക് മിക്കവാറൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നതാണ്. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന റീജൻസ് ആണ്. സോ ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിച്ചല്ലേ. സോ ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് വെച്ചാൽ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്ത് ഇൻസോലുബിൾ സൾഫൈഡ്സ് ഫോം ചെയ്യാനും ആ ഒരു സ്പെസിഫിക് കളർ കിട്ടുന്ന മേജർ ആണ് ആര്, ഹൈഡ്രജൻ സൾഫൈഡ്. സോ ഹൈഡ്രജൻ സൾഫൈഡ് മിക്കവാറും ഗ്യാസ് ആയിട്ടൊക്കെ ആയിരിക്കും അതിൽ മിക്കവാറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഇസ് ഡൈലൂട്ട് അസിറ്റിക് ആസിഡ് ആണ്, അസിഡിക് മീഡിയം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഇസ് ലെഡ് നൈട്രേറ്റ് സ്റ്റാൻഡ് സൊല്യൂഷൻ ആണ്. ഇത് നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി കമ്പയർ ചെയ്യാനും ലൈക്ക്
നമുക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലെഡ് നൈട്രേറ്റ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പേര് തന്നെ ഉണ്ട് കേട്ടോ. സോ കമ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്, അപ്പോൾ മറന്നു പോകരുത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി മോഡിഫൈഡ് ടെസ്റ്റുകളാണ്. അതിൽ ഫേസ്റ്റ് വൺ ഈസ് മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആണ്. സോ ഇത് മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ക്ലോറൈഡ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. സോ സോൾബിൾ ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റും പ്രസൻസ് ഓഫ് ഡൈലൂട്ട് നൈട്രിക് ആസിഡിന്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. സോ ഇവിടെ സിൽവർ ക്ലോറൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഇവിടെ ഒപ്പാലസെൻസോ ടർബിഡിറ്റിയോ ഉണ്ടായിരിക്കും. സോ നമ്മളിവിടെ കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഓൾറെഡി എല്ലാ ലിമിറ്റ് ടെസ്റ്റും പറഞ്ഞു. സോ നമ്മൾ അതിന്റെ ബേസിക് കമ്പൗണ്ട് മാത്രം പറഞ്ഞേ പോകുന്നുള്ളൂ. സോ സാമ്പിൾ സൊല്യൂഷൻ നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രൊസീജിയർ നമ്മൾ ഫുള്ളി തറവായിട്ട് കംപ്ലീറ്റ് ആക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒപ്പാലസെൻസോ ടർബിഡിറ്റി ഉണ്ടായിരിക്കും കമ്പയർ ചെയ്യുക. സോ മോഡിഫൈഡ് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ മോഡിഫിക്കേഷൻ ആണ് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ച ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. പക്ഷെ മോഡിഫൈഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. In modified procedure, hydrochloric acid is used instead of sodium chloride. നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റടുത്ത സോഡിയം ക്ലോറൈഡ് ആണ് ക്ലോറൈഡ് സൊല്യൂഷന് വേണ്ടി ഉപയോഗിച്ചു എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, HC ആയിരിക്കും ഉപയോഗിക്കേണ്ടാവുക. പകരം നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുകയും നമ്മൾ ടർബിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സൾഫേറ്റ് ആണെങ്കിൽ മോഡിഫൈഡ് സൾഫേറ്റ് പ്രൊസീജിയറിൽ ബേരിയം സൾഫേറ്റിന്റെ പ്രസിപ്പിറ്റേഷൻ ആണ്. സൾഫൻ അയൻസ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ടർബിഡിറ്റി ആണ് നമുക്ക് അറിയാൻ പറ്റുക കേട്ടോ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ഈ ആസിഡ് റാഡിക്കൽസുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന കുറയ്ക്കുകയും അങ്ങനെ സൾഫേറ്റ് ബാരിയം ക്ലോറൈഡുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ടർബിഡിറ്റി ആണ് ഇതിന്റെ പ്രസൻസ് ഓഫ് precipitation of barium sulfate ആണ്, പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ബേരിയം ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റുമാണ്, മറന്നു പോകരുത്. സോ ബേരിയം സൾഫേറ്റ് റീജന്റ് എങ്ങനെ ഉണ്ടാക്കാം? 12 gram ഓഫ് ബേരിയം ക്ലോറൈഡ് 1000 ml ഓഫ് വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യുക. സോ എന്ത് ചെയ്യുക, 0.05 ml സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതിലേക്ക് 20 ml ഓഫ് ആൽക്കഹോൾ ആഡ് ചെയ്യുക, 5 ml 0.0181 പൊട്ടാസ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, ആൻഡ് 55 ml വെള്ളം ആഡ് ചെയ്യുക 2 ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക്. അങ്ങനെ എന്ത് ചെയ്യുക, ടോട്ടൽ വോളിയം 100 ml ആയിട്ട് നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. സോ പൊട്ടാസ്യം സൾഫേറ്റ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ 0.1089 gram ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുക. സോ ഇത് റിയേജന്റ് ആണ് കേട്ടോ. സോ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ സാമ്പിൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആസിഡ് മീഡിയം ക്രിയേറ്റ് ആവുകയും പിന്നെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുകയും സോ അപ്പോൾ എന്ത് ചെയ്യുന്നു, ബേരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആവുകയും പിന്നെ ടർബിഡായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുക. സോ ഇവിടെ ഒറ്റ പ്രശ്നം എന്ത് ചെയ്യുക, ഈ റിയേജന്റ് ഉണ്ടാക്കുന്നത് മാത്രമേ കൺഫ്യൂഷൻ വരുള്ളൂ. ബേരിയം സൾഫേറ്റ് റിയേജന്റ് ആണ്, മറന്നു പോകരുത്. 12 gram ഓഫ് ബേരിയം ക്ലോറൈഡ്, 20 ml ഓഫ് ആൽക്കഹോൾ, പൊട്ടാസ്യം സൾഫേറ്റ് സൊല്യൂഷൻ, 55 ml ഓഫ് വെള്ളം ആൻഡ് 15 ml ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോ പൊട്ടാസ്യം സൾഫേറ്റ് ആണെങ്കിൽ 0.1089 gram ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് ആണ്, ആൻഡ് മേക്കപ്പ് വിത്ത് 100 ml കേട്ടോ, മറന്നു പോകരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു, സാമ്പിൾ സൊല്യൂഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ആൻഡ് അതാണ് ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുക, ആൻഡ് ടർബിഡിറ്റി നമ്മൾ നോക്കിയെടുക്കുക. പറയാവുന്ന മോഡിഫൈഡ് മെത്തഡാണ്. ഇവിടെ എന്താ മോഡിഫൈഡ് മെത്തഡ് എന്ന് വെച്ചാൽ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ബേരിയം സൾഫേറ്റ് റിയേജന്റ് എടുത്ത് കളഞ്ഞിട്ട് ആൽക്കഹോൾ പകരം ഉപയോഗിക്കുന്നു, അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ആൽക്കഹോൾ ഇസ് യൂസ്ഡ് അലോങ് വിത്ത് ബേരിയം ക്ലോറൈഡ്. സോ ബേരിയം ക്ലോറൈഡിന്റെ കൂടെ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ബേരിയം സൾഫേറ്റ് റിയേജന്റ് പറഞ്ഞില്ലേ, അതിന് പകരം ഡയറക്ട്ലി ബേരിയം ക്ലോറൈഡും ആൽക്കഹോൾ ഉപയോഗിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രസിപ്പിറ്റേഷൻ ചെയ്യുവാണ് ചെയ്യുന്നുണ്ടാവുക. സോ ടർബിഡിറ്റി ആണ് നോക്കുന്നുണ്ടാവുക കേട്ടോ, ആ ഒരു കമ്പാരിസൺ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിയേജന്റ് പഠിക്കുക, സോ മോഡിഫൈഡ് മെത്തേഡിൽ മാറ്റേണ്ടെന്ന് പഠിക്കുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നത് ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ തെറ്റ് മാത്രമേ ഉള്ളൂ. അതൊഴികെ ബാക്കിയെല്ലാം എളുപ്പമാണ്. നന്നായിട്ട് ക്ലാസ് കേൾക്കുക, നോട്ട് വായിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.